അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. മക്ക നഗരം പതിവ് പോലെ ശാന്തമായിരുന്നില്ല. മരുഭൂമിയുടെ നടുവിൽ, ഭൂമിയുടെ ഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് വിശുദ്ധ കഅബ. അബ്രഹത്തിന്റെ ആനപ്പടയെ അതിനടുത്തേക്ക് എത്താൻ അള്ളാഹു അനുവദിക്കാതെ അള്ളാഹു കാത്തു സൂക്ഷിച്ച അള്ളാഹുവിന്റെ സ്വന്തം ബൈത്തുള്ള. എന്നാൽ കാലത്തിന്റെ പ്രഹരങ്ങളെ അതിനും നേരിടേണ്ടി വന്നു. കാറ്റും മഴയും ചൂടും കാലത്തിന്റെ ദൈർഘ്യമേറിയ കുത്തൊഴുക്കും അതിന്റെ ആ ക്ഷീണം ഒന്നുകൂടിയൊന്ന് വർദ്ധിപ്പിച്ചു. ശേഷമുണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കം അതിനെ പുനർനിർമ്മാണത്തിന്റെ അവസ്ഥയിലെത്തിച്ചു. ഇനി വൈകിക്കാൻ പാടില്ല. ഖുറൈശി നേതാക്കൾ തീരുമാനിച്ചു. ഖുറൈശികളും മറ്റ് ഗോത്രക്കാരും ചേർന്ന് കഅബയുടെ പുനർനിർമ്മാണം എന്ന മഹത്തായ ആ ദൗത്യത്തിന് ഒരുമിച്ച് കൂടി. അതൊരു മഹാ ഉത്സവമായിരുന്നു. ഗോത്രക്കാർ തമ്മിലുള്ള വ്യക്തിഗത പ്രശ്നങ്ങളും ഗോത്ര പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് അവർ പരസ്പര സഹോദരങ്ങളെ പോലെ വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം പണി പൂർത്തിയാവാൻ ഇനി ഒരു കാര്യം മാത്രം ബാക്കി. വിശുദ്ധ കല്ലായ ഹജറുൽ അസ്വദ്, അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് നമുക്ക് തന്ന ആ കല്ല് ആര് പുനഃസ്ഥാപിക്കും? ഇത് വലിയ പ്രശ്നമായി. ഒരു വിഭാഗം പറഞ്ഞു, അതിനർഹർ ഞങ്ങളാണ്, അത് ഞങ്ങൾ പുനഃസ്ഥാപിക്കും. മറ്റൊരു വിഭാഗം പറഞ്ഞു, ഒരിക്കലുമില്ല, അതിനർഹർ ഞങ്ങളാണ്, അത് ഞങ്ങൾ പുനഃസ്ഥാപിക്കും. വാക്കുകൾ ഉയർന്നു, ശബ്ദങ്ങൾ കടുത്തു, മുഖങ്ങൾ ചുവന്നു. അഭിമാനം വിവേകത്തെ മറച്ചു. വാളുകളുടെ പിടിയിൽ കൈകൾ മുറുകി. രക്തം ചിന്താൻ മനുഷ്യൻ തയ്യാറായി നിൽക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പരിഹാരമൊന്നും കണ്ടില്ല. അവസാനം ഒരു വയസ്സായ വയോധികൻ, നല്ല അനുഭവസമ്പത്തുള്ള മനുഷ്യൻ, അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. നാളെ രാവിലെ ഈ കഅബയുടെ കവാടത്തിലൂടെ ആരാദ്യം കടന്നു വരുന്നോ അയാളെ നമുക്ക് വിധികർത്താവാക്കാം. വേറെ വഴിയില്ലാത്തതിനാൽ എല്ലാ ഗോത്രക്കാരും അത് സമ്മതിച്ചു. അടുത്ത ദിവസം കഅബയ്ക്ക് ചുറ്റും ആളുകൾ കൂടി. ആര് വരുന്നോ എന്ന് അവർ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ ദൂരത്ത് നിന്ന് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. ഒരാൾ വിളിച്ചു പറഞ്ഞു, അൽ അമീൻ. ആ പേർ ജനസാഗരമാകെ മുഴങ്ങി. അതെ, അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അദ്ദേഹം കഅബയുടെ അടുത്തെത്തി. പ്രശ്നം മനസ്സിലാക്കി ശേഷം ഒരു ചെറു പുഞ്ചിരി എല്ലാവർക്കും നൽകി. ആ പുഞ്ചിരിയിൽ പരിഹാരമുണ്ടായിരുന്നു. ഒരു വലിയ തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തുണി കൊണ്ടുവന്നു. ആ തുണിയുടെ നടുവിൽ തൻ്റെ വിശുദ്ധമാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ശേഷം ഓരോ ഗോത്രത്തിന്റെ തലവന്മാരോടും ഓരോ ഭാഗത്തായി പിടിക്കാൻ പറഞ്ഞു. ശേഷം യഥാസ്ഥാനത്തേക്ക് അത് കൊണ്ടുപോയി. യഥാസ്ഥാനത്തെത്തിയപ്പോൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ തൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ തിരുകരങ്ങൾ കൊണ്ട് അതെടുത്ത് പുനഃസ്ഥാപിച്ചു. ഒരു നിമിഷം മക്ക മുഴുവൻ നിശബ്ദമായി. പിന്നീട് ലോകം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.